നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ്. എക്സ്പോസ്റ്റ് പിൻവലിച്ചുവെന്ന ആരോപണം കാന്തപുരത്തിന്റെ ഓഫീസ് തള്ളി. വധശിക്ഷ റദ്ദാക്കിയെന്ന് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടില്ല. യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന ആശ്വാസവാർത്ത ഇന്നലെ മലയാളികളെ അറിയിച്ചത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ്. വധശിക്ഷ റദ്ദാക്കിയെന്നും ഇനി തുടർ ചർച്ചകൾ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നുമുള്ള ആശ്വാസവാർത്തയാണ് കാന്തപുരത്തിന്റെ ഓഫീസ് പങ്കുവച്ചത്. കാന്തപുരവുമായി ചേർന്നാണ് ഇപ്പോൾ ഇടപെടൽ നടക്കുന്നത് എന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹിയും സുപ്രീംകോടതി അഭിഭാഷകനുമായ KR സുഭാഷ് ചന്ദ്രനും പറഞ്ഞു. ചർച്ചകൾ ഇനി പൂർണ്ണമായും നിമിഷയെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ ദിയാദനം നൽകിക്കൊണ്ട് നടത്തുന്നത്. അതേസമയം അക്കാര്യത്തിനകത്ത് പൂർണ്ണമായ മോചനമാണോ അതല്ല ഏതെങ്കിലും തരത്തിലുള്ള ജയിൽ ടേം ചെലവിടേണ്ടി വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി വീണ്ടും ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. എന്നാൽ ഇക്കാര്യം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നില്ല. ചില വ്യക്തികൾ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ തെറ്റിദ്ധാരണാജനകമെന്നാണ് മന്ത്രാലയ വൃത്തങ്ങൾ പറയുന്നത്. അതേസമയം വധശിക്ഷ റദ്ദാക്കിയെന്ന എക്സ്പോസ്റ്റ് പിൻവലിച്ചിട്ടില്ല എന്ന് കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചു. വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായതായി യമനിലെ സൂഫി പണ്ഡിതന്റെ ശിഷ്യൻ ജാവാദ് മുസ്തഫാവിയും സ്ഥിരീകരിക്കുന്നുണ്ട്. 24 കോഴിക്കോട്. സൗദിയിൽ വിദേശികൾക്ക് സ്വത്ത് സ്വന്തമാക്കാവുന്ന പുതിയ നിയമത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടു. രജിസ്ട്രേഷൻ നടപടിക്രമങ്ങളും ഫീസും പിഴകളും ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. സൗദി റെസിഡന്റ് വിസ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും സ്വത്ത് വാങ്ങാൻ കഴിയുന്നതാണ് ഈ പുതിയ നിയമം. സൗദിയിൽ വിദേശികൾക്ക് സ്വത്ത് വാങ്ങാൻ അനുമതി നൽകുന്ന ചരിത്രപരമായ നിയമ ഭേദഗതി 6 മാസത്തിനുള്ളിൽ പ്രാബല്യത്തിൽ വരും. കരട് നിയമത്തിന്റെ പൂർണ്ണരൂപം പൊതുജനാഭിപ്രായം സ്വരൂപിക്കുന്നതിനായി ഇസ്തിത്ല ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അഭിപ്രായം രേഖപ്പെടുത്താൻ ഇനി 1 മാസത്തെ സമയമാണ് ബാക്കിയുള്ളത്. പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ നടപടിക്രമങ്ങൾക്കായി ജനറൽ അതോറിറ്റി ഫോർ റിയൽ എസ്റ്റേറ്റിന് കീഴിൽ ഒരു ഇലക്ട്രോണിക് പോർട്ടൽ സ്ഥാപിക്കും. സ്വത്ത് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ സാമ്പത്തിക ഇടപാടുകളും ഇലക്ട്രോണിക് പേയ്മെന്റ് വഴിയാണ് നടത്തേണ്ടത്. സൗദിയിൽ റെസിഡന്റ് വിസയുള്ള വിദേശികൾക്കും നിലവിൽ സൗദിയിൽ ഇല്ലാത്ത വിദേശികൾക്കും വിദേശികളുടെ ഉടമസ്ഥതയിലോ പാർട്ണർഷിപ്പിലോ ഉള്ള കമ്പനികൾക്കും സ്വത്ത് സ്വന്തമാക്കാം. റെസിഡന്റ് വിസ ഇല്ലാത്തവരാണെങ്കിൽ അവർ ഡിജിറ്റൽ ഐഡന്റിറ്റി കരസ്ഥമാക്കണം. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അബ്ഷിർ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാണ് ഇത് കരസ്ഥമാക്കേണ്ടത്. സൗദിയിലെ ബാങ്കിൽ ഒരു അക്കൗണ്ട് വേണമെന്നും സൗദി കോൺടാക്ട് നമ്പർ ഉണ്ടായിരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സ്വത്ത് വാങ്ങുന്ന വിദേശ കമ്പനികൾ സൗദി നിക്ഷേപ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്ത് വിസ ലൈസൻസ് കരസ്ഥമാക്കണം. വാങ്ങുന്ന സ്വത്തിന്റെ ലൊക്കേഷനും ഉദ്ദേശത്തിനുമനുസരിച്ച് ഫീസിൽ മാറ്റമുണ്ടാകും. താമസത്തിനാണെങ്കിൽ പ്രധാന നഗരങ്ങളിൽ 2.5% ഫീസ് ഈടാക്കുക. മറ്റു ഭാഗങ്ങളിൽ താമസത്തിനാണെങ്കിലും ഫീസ് ഈടാക്കില്ല. വാണിജ്യ ആവശ്യങ്ങൾക്ക് സ്വത്ത് വാങ്ങുമ്പോഴും പല സ്ഥലങ്ങളിലും ഫീസ് ഈടാക്കില്ല. തെറ്റായ വിവരം നൽകി സ്വത്ത് വാങ്ങിയാൽ സ്വത്തിന്റെ വിലയുടെ 5% പരമാവധി 1 കോടി റിയാൽ പിഴ ഈടാക്കുമെന്നും പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. വിദേശീയരെ ആകർഷിച്ച് ബഹ്റൈൻ ഗോൾഡൻ വീസയും. റിയൽ എസ്റ്റേറ്റ് നിക്ഷേപകർ ഉൾപ്പെടെയുള്ളവർക്ക് ഗോൾഡൻ വീസയ്ക്ക് അപേക്ഷിക്കാം. വിദേശീയർക്ക് ബഹ്റിനിൽ സ്ഥിരമായി താമസിക്കാനുള്ള സുവർണ അവസരമാണ് ഗോൾഡൻ വിസയിലൂടെ ബഹ്റിൻ സർക്കാർ ഒരുക്കുന്നത്. നിശ്ചിത വിഭാഗങ്ങൾക്കാണ് ഗോൾഡൻ വിസ അനുവദിച്ചിരിക്കുന്നത്. മുൻപുണ്ടായിരുന്ന നിബന്ധനകൾ ലഘൂകരിച്ച് കൂടുതൽ പേർക്ക് ഗോൾഡൻ വിസ നൽകാനാണ് സർക്കാരിന്റെ നീക്കം. റിയൽ എസ്റ്റേറ്റ് നിക്ഷേപകർ ഉൾപ്പെടെയുള്ള നിശ്ചിത വിഭാഗക്കാർക്ക് ഈ ഗോൾഡൻ വിസയ്ക്കായി അപേക്ഷിക്കാം. ബിസിനസ്സുകാരായ വിദേശികൾക്ക് 100% ഉടമസ്ഥാവകാശവും ബഹ്റിൻ അനുവദിക്കുന്നു. ഇത് ഗോൾഡൻ വിസ ലഭിക്കുന്നതിലൂടെ കൂടുതൽ നിക്ഷേപ അവസരങ്ങൾക്കും മറ്റാനുകൂല്യങ്ങൾക്കും വഴിയൊരുക്കും. സ്ഥിരതാമസത്തിനുള്ള ഈ പദ്ധതി രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് നിക്ഷേപകരിൽ വാങ്ങുന്ന സമയത്ത് 2 ലക്ഷം ദിനാറിൽ കുറയാത്ത മൂല്യമുള്ള വസ്തുക്കളുടെ ഉടമകൾക്ക് ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കാം. നിശ്ചിത മേഖലകളിൽ പ്രതിഭകളായി അംഗീകരിക്കപ്പെട്ടവരും സർക്കാർ ഏജൻസികൾ നോമിനേറ്റ് ചെയ്തവരുമായ വിദേശികൾക്കും ഗോൾഡൻ വിസ ലഭിക്കാൻ അർഹതയുണ്ട്. കഴിഞ്ഞ 5 വർഷമായി 2000 ദിനാറിൽ കുറയാത്ത പ്രതിമാസ ശമ്പളത്തിൽ ബഹ്റിനിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്കും ഗോൾഡൻ വിസ അപേക്ഷിക്കാം. ബഹ്റിനിലോ മറ്റ് രാജ്യങ്ങളിലോ ജോലിയിൽ നിന്ന് വിരമിച്ചവർക്കും വിരമിക്കുന്ന സമയത്ത് 4000 ബഹ്റിൻ ദിനാറിൽ കുറയാത്ത അടിസ്ഥാന ശമ്പളം ഉണ്ടായിരുന്നവരുമായ വ്യക്തികൾക്കുമാണ് ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കാവുന്ന മറ്റൊരു വിഭാഗം. നിരവധി ആനുകൂല്യങ്ങളാണ് ബഹ്റിൻ ഗോൾഡൻ വിസ വഴി ലഭിക്കുന്നത്. ഇത് ദീർഘകാല സ്ഥിരതയും തൊഴിൽ സാധ്യതകളും ഉറപ്പാക്കുന്നു. ഗോൾഡൻ വിസ ലഭിക്കുന്നവർക്ക് ആജീവനാന്ത റെസിഡൻസിയാണ് ബഹ്റിൻ നൽകുന്നത്. വിസ സ്വന്തമാക്കുന്നവരുടെ കുടുംബാംഗങ്ങൾക്കും ബഹ്റിനിൽ സ്ഥിരതാമസം ഉറപ്പാക്കാം. ബഹ്റിനിലെ നാഷണാലിറ്റി
സെക്യൂരിറ്റി പാസ്പോർട്ട് ആൻഡ് റെസിഡൻസ് അഫയേഴ്സ് ആണ് ഗോൾഡൻ വിസ ഇഷ്യൂ ചെയ്യുന്നത്. സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അപേക്ഷ നൽകാം. ഗോൾഡൻ വിസ അപേക്ഷാ ഫീസായി ഓരോ വ്യക്തിക്കും 5 ബഹ്റൈൻ ദിനാറും വിസ ഇഷ്യൂ ചെയ്യുന്നതിനായി 300 ബഹ്റൈൻ ദിനാറുമാണ് നൽകേണ്ടത്. 24 ബഹ്റൈൻ. ബഹ്റൈനിൽ കനത്ത ചൂട് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രാജ്യത്ത് 45 ഡിഗ്രി സെൽഷ്യസ് ചൂടും ഹ്യൂമിഡിറ്റി 95% രേഖപ്പെടുത്തി. അടുത്ത 2 ദിവസവും ചൂട് തുടരുമെന്ന് ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയത്തിലെ കാലാവസ്ഥാ ഡയറക്ടറേറ്റ് അറിയിച്ചു. വേനൽക്കാലമായതിനാൽ രാജ്യത്ത് രാവിലെ 11 മുതൽ ഉച്ചകഴിഞ്ഞ് 4 വരെ പുറം ജോലികൾ ചെയ്യുന്നതിന് 3 മാസത്തേക്ക് വിലക്കേർപ്പെടുത്തി. അബീർ ബ്ലൂ സ്റ്റാർ സോക്കർ ഫെസ്റ്റ് 11 ഫുട്ബോൾ ടൂർണമെന്റിന്റെ 6ാമത് എഡിഷൻ ഓഗസ്റ്റ് 1 വൈകുന്നേരം 7 മണിക്ക് ജിദ്ദയിൽ തുടങ്ങും. ജിദ്ദ ഖാലിദ് ബിൻ വലീദ് സ്ട്രീറ്റിലുള്ള അൽ റുസൂഫ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. സൗദി ഇന്ത്യൻ ഫുട്ബോൾ ഫോറത്തിലെ അംഗങ്ങൾ ക്ലബ്ബുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് മത്സരങ്ങൾ. ടൂർണമെന്റിന്റെ ഫിക്സ്ചർ പ്രകാശനം അബീർ മെഡിക്കൽ ഗ്രൂപ്പ് മാർക്കറ്റിംഗ് മാനേജർ ഡോക്ടർ ഇമ്രാൻ, സിഫ് ജനറൽ സെക്രട്ടറി നിസാം അമ്പാടി നൽകിക്കൊണ്ട് നിർവഹിച്ചു. ബ്ലൂ സ്റ്റാർ ക്ലബ് പ്രസിഡന്റ് ഷെരീഫ് പരപ്പൻ അധ്യക്ഷനായി. സിഫ് വൈസ് പ്രസിഡന്റ് സലീം അമ്പാട്, ഹിഫ്സു റഹ്മാൻ, കുഞ്ഞാലി അബീർ തുടങ്ങിയവർ സംസാരിച്ചു. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം അബീർ മെഡിക്കൽ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ അഹമ്മദ് ആലുങ്ങൽ, സൗദി ഇന്ത്യൻ ഫുട്ബോൾ ഫോറം പ്രസിഡന്റ് ബേബി നീലാംബ്ര എന്നിവർ ചേർന്ന് നിർവഹിക്കും. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും ഉണ്ടാകും. സെപ്റ്റംബർ 5 വരെ എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകുന്നേരം 7 മണി മുതൽ 4 മത്സരങ്ങൾ വീതം ഉണ്ടാകും. മലപ്പുറം മക്കരപ്പറമ്പ് സ്വദേശി വേങ്ങശ്ശേരി സാജിദ് ഖത്തറിൽ നിര്യാതനായി. 52 വയസ്സായിരുന്നു. രോഗബാധിതനായി ഹമദ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം. ദോഹയിലെ അൽ മുഫ്ത ജ്വല്ലറിയിൽ ജീവനക്കാരനായിരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് ഖത്തർ KMCC അൽ ഇഹ്സാൻ മയ്യിത്ത് പരിപാലന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടക്കുകയാണ്. സൗദി അറേബ്യയിൽ റീറ്റെയിൽ സാന്നിധ്യം വിപുലമാക്കി ലുലു. ദമാം അൽ ഉറുബയിൽ പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റ് ആരംഭിച്ചു. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ സാന്നിധ്യത്തിൽ വെസ്റ്റ് ദമാം മുനിസിപ്പാലിറ്റി മേധാവിയും അൽബീർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയും ചേർന്നാണ് പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. 81,268 സ്ക്വയർ ഫീറ്റിൽ ദമാം റിയാദ് റോഡിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെയാണ് ദമാമിലെ പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. സൗദിയിലെ 69ാമത്തെ ലുലു ഔട്ട്ലെറ്റാണിത്. ഗ്രോസറി, ഹോട്ട് ഫുഡ്, ബേക്കറി, ഇലക്ട്രോണിക്സ്, വീട്ടുപകരണങ്ങൾ, ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ, സ്റ്റേഷനറി, ടോയ്സ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ഈ പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഒരുക്കിയിട്ടുള്ളത്. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ സാന്നിധ്യത്തിൽ വെസ്റ്റ് ദമാം മുനിസിപ്പാലിറ്റി മേധാവി എഞ്ചിനീയർ ഫായിസ് അൽ അസ്മാരിയും അൽബീർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എഞ്ചിനീയർ ഇബ്രാഹിം അബു അബഹയും ചേർന്നാണ് പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. സൗദി അറേബ്യയുടെ വിഷൻ 2030 കരുത്തേകുന്നതാണ് ലുലുവിന്റെ സാന്നിധ്യമെന്നും മികച്ച തൊഴിലവസരവും പ്രാദേശിക വികസനവുമാണ് യാഥാർത്ഥ്യമാകുന്നതെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പറഞ്ഞു. കൂടുതൽ സ്റ്റോറുകൾ സൗദി അറേബ്യയിൽ തുറക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2030 വിഷനിൽ ഞങ്ങൾ 100 ഹൈപ്പർ മാർക്കറ്റ് തികയ്ക്കുമെന്ന് പറഞ്ഞു. ഇത് 69ആണ്. ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാണ്. 69 ആകുമ്പോഴേക്കും 100 പറ്റുമോ? ഇതിനുവേണ്ടി എല്ലാ സഹകരണങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരുന്ന സൗദി അറേബ്യയുടെ രാജാവ്, കിരീടാവകാശി, ഗവൺമെൻറ്, സൗദിയിലെ ജനങ്ങൾ എല്ലാവർക്കും നന്ദി പറയുകയാണ്. അതുകൂടാതെ ഞങ്ങളെവിടെ ചെന്നാലും ഞങ്ങൾക്ക് ഊർജം പകരുന്നത്, ഞങ്ങളെ സഹായിക്കുന്നത്, ഞങ്ങളോട് സ്നേഹം പങ്കുവയ്ക്കുന്നത് മലയാളി സഹോദരി സഹോദരന്മാരാണ്. സൗദി അറേബ്യയിൽ തന്നെ ലോകത്തിലെവിടെയും ഞങ്ങളെ സഹായിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നവരാണ്. അവരോട് പ്രത്യേകം നന്ദി പറയും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്ക് പ്രത്യേക ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ. കിഴക്കൻ പ്രവിശ്യ ലുലു സെൻട്രൽ വെയർഹൌസിൽ നിർമ്മിച്ച പുതിയ സോളാർ പ്രൊജക്ടിന്റെ സ്വിച്ച് ഓൺ കർമ്മവും ചടങ്ങിൽ നിർവഹിച്ചു. 550 ടൺ കാർബൺ ഞങ്ങൾ ബ്ലോക്ക് ചെയ്യുകയാണ്. അത് 6500 പാം ട്രീ വയ്ക്കുന്ന എൻവയറമെൻ്റൽ എഫക്റ്റാണ് അതിനുള്ളത്. അത് ഞങ്ങളൊന്ന് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഞങ്ങൾ ഗ്രീൻ എനർജി കൂടുതൽ ഉപയോഗിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് ഓരോന്ന് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്. ഞങ്ങളിപ്പോൾ ഈ വെയർഹൗസിൽ ഗ്രീൻ എനർജി ഉപയോഗിച്ചുകൊണ്ട് കോൾഡ് സ്റ്റോറും വെയർഹൗസൊക്കെ റൺ ചെയ്തത്. അതിനിയും എല്ലാ സ്ഥലങ്ങളിലേക്കും ഞങ്ങൾ വ്യാപിപ്പിക്കും. സുസ്ഥിരതയുടെയും ഊർജ്ജ സംരക്ഷണത്തിൻ്റെയും പ്രാധാന്യം ഉയർത്തിക്കാട്ടിയുള്ളതാണ് പുതിയ സോളാർ പ്രൊജക്ട്. കാനു ക്ലീൻ മാക്സുമായി സഹകരിച്ചാണ് ഈ പദ്ധതി. കാനു ഡയറക്ടർ അഹമ്മദ് അബ്ദുള്ള അലി മുഹമ്മദ് കാനു
പ്രസിഡന്റ് തലാൽ ഫൗസി അഹമ്മദ് അലി കാനു ഇൻഡസ്ട്രിയൽ ആൻഡ് എഞ്ചിനീയർ CEO മനോജ് കെ ത്രിപാഠി എന്നിവരുടെ സാന്നിധ്യത്തിൽ സോളാർ പ്ലാന്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി നിർവഹിച്ചു. സൗദി അറേബ്യയുടെ വിഷൻ 2030 ഭാഗമായുള്ള സുസ്ഥിരതാ പദ്ധതികൾക്ക് പിന്തുണ നൽകിയാണ് ലുലുവിന്റെ സോളാർ പ്രൊജക്ട്. പരിസ്ഥിതി ഊർജ സംരക്ഷണത്തിന്റെ പ്രാധാന്യം മുൻനിർത്തിയുള്ളതും കൂടിയാണ് ലുലു ഗ്രൂപ്പിന്റെ ഈ പുതിയ സോളാർ പ്രൊജക്ട്. സുബൈറുദ്ദീൻ 24 ദമാം. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് ആദരാഞ്ജലികൾ അർപ്പിച്ച് ന്യൂയോർക്ക് സർഗവേദി. ന്യൂയോർക്കിലെ കേരള സെന്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് ആദരാഞ്ജലികൾ അർപ്പിച്ച് ന്യൂയോർക്ക് സർഗവേദി. ന്യൂയോർക്കിലെ കേരള സെന്റർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന അനുസ്മരണ യോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു. സർഗവേദി അംഗങ്ങൾക്ക് പുറമെ ട്രൈ സ്റ്റേറ്റ് മലയാളി നേതാക്കളും ആദരാഞ്ജലികൾ അർപ്പിക്കാൻ യോഗത്തിൽ പങ്കുകൊണ്ടു. കേരള സെന്റർ സ്ഥാപക പ്രസിഡന്റ് EM സ്റ്റീഫന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ജോസ് കാടാപ്പുറം ആമുഖ പ്രസംഗം നടത്തി. ഒത്തിരി പ്രവർത്തകര്, സ്നേഹിതര്, സഹൃദയര്, അനുഭാവികളല്ലാത്തവര് എല്ലാവരും നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഈ പരിപാടി, ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷനായിട്ട് നമുക്ക് EM സ്റ്റീഫനെ, ബഹുമാനപ്പെട്ട EM സ്റ്റീഫൻ. തോൽക്കാൻ മനസ്സില്ലാത്ത, ആരുടെ മുന്നിലും അടിയറവ് പറയാൻ തയ്യാറല്ലാത്ത ഒരു പോരാളിയുടെ പുനർജന്മമായിരുന്നു VS അച്യുതാനന്ദനെന്ന് EM സ്റ്റീഫൻ തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. പാളയിൽ ഞങ്ങൾ കഞ്ഞി കുടിക്കില്ല, തമ്പുരാനെന്ന് വിളിക്കില്ല എന്ന ആദ്യത്തെ മുദ്രാവാക്യം മുഴക്കി തൊഴിലാളികളെ പണിമുടക്കിനിറക്കിയ വ്യക്തിയായിരുന്നു. തുടർന്ന് സംസാരിച്ച മുൻ ഫൊക്കാന പ്രസിഡന്റ് J. മാത്യൂസ് പഴയ ഇടുക്കി അമരാവതി കുടിയിറക്ക് സമരം ഓർമ്മിപ്പിച്ചു. ജേക്കബ് റോയി, ബേബി ഊരാളിൽ, ജോർജ് പാടിയെടുത്ത്, യുവേ നസീർ, അലക്സ് എസ്തപ്പാൻ, റോബിൻ ചെറിയാൻ, സജി തോമസ്, പ്രദീപ് എന്നിവരും KK ജോൺസൺ, കോശി, പൈനിയർ ക്ലബ് പ്രസിഡന്റ് ജോൺ സക്കറിയ, രാജു തോമസ്, ജോസ് ചെരിപ്പുറം എന്നിവർ ആദരാഞ്ജലികൾ അർപ്പിച്ച് സംസാരിച്ചു. സർഗവേദിയുടെ കോർഡിനേറ്റർ PT പൗലോസ് എല്ലാവർക്കും നന്ദി പറഞ്ഞു. This is Mithu Mamachan signing off 24 USA. ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന് വീണ്ടും സ്ഥാനക്കയറ്റം. സായുധ സേന ലഫ്റ്റനന്റ് ജനറലായാണ് പുതിയ നിയമനം. പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനാണ് പുതിയ പദവിയിൽ നിയമിച്ചത്. യൂണിയൻ പ്രതിജ്ഞാ ദിനത്തിൽ പ്രസിഡന്റ് മുൻപാകെ പുതിയ പദവിയിൽ ഷെയ്ഖ് ഹംദാൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഉപപ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി എന്നീ ഉയർന്ന ക്യാബിനറ്റ് പദവികളിൽ 1 വർഷം പൂർത്തിയായതോടെയാണ് പുതിയ പദവി കൂടി നൽകിയത്. ഷാർജയിൽ മരിച്ച കൊല്ലം സ്വദേശി അതുല്യയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി. ഷാർജയിൽ നിന്നുള്ള എയർ അറേബ്യ വിമാനത്തിലാണ് മൃതദേഹം കൊണ്ടുപോയത്. നാളെ പുലർച്ചെ 4 മണിക്ക് മൃതദേഹം തിരുവനന്തപുരത്ത് എത്തും. അരുൺ പറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അല്പസമയം മുമ്പ് ഷാർജയിൽ നിന്നാണ് അതുല്യയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയത്. ഇന്ന് ഉച്ചയോടുകൂടി മൃതദേഹത്തിന്റെ എംബാമിംഗ് ഉൾപ്പെടെ പൂർത്തിയായിരുന്നു. തുടർന്ന് വൈകുന്നേരമാണ് മൃതദേഹം വിമാനത്താവളത്തിൽ എത്തിച്ചത്. ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു നടപടിക്രമങ്ങളെല്ലാം തന്നെ ഇവിടെ ഏകോപിപ്പിച്ചത്. ഷാർജയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള എയർ അറേബ്യ വിമാനത്തിലാണ് ഈ ഒരു മൃതദേഹം ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്. ഇനി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 4 മണിയോടുകൂടി മൃതദേഹം തിരുവനന്തപുരത്ത് എത്തും. അതുല്യയുടെ സഹോദരി അഖില, അതോടൊപ്പം തന്നെ ഭർത്താവ് ഉൾപ്പെടെയുള്ള ബന്ധുക്കളും ഇന്ന് നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഈ മാസം 19-നാണ് അതുല്യയെ ഷാർജ റോളയിലെ താമസിക്കുന്ന ഫ്ളാറ്റിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിൽ അതുല്യയുടെ കുടുംബാംഗങ്ങൾ സംശയമുന്നയിച്ച് രംഗത്തെത്തിയിരുന്നു. ഇതിനാൽ വിശദമായ പരിശോധനയായിരുന്നു പോലീസ് ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയത്. തുടർന്ന് അതുല്യയുടെ മരണം ആത്മഹത്യയാണെന്ന ഫോറൻസിക് ഫലം ഇന്നലെയാണ് ലഭിച്ചത്. ഇതിനുശേഷമാണ് ഈ ഒരു നടപടിക്രമങ്ങളെല്ലാം തന്നെ ഊർജിതമാക്കിയത്. 1.5 വർഷം മുൻപാണ് അതുല്യ ഭർത്താവിനൊപ്പം UAE-ലെത്തിയത്. അതുല്യയുടെ ഭർത്താവ് സതീഷിന് മരണത്തിൽ പങ്കുണ്ടെന്നും നിരന്തരം ഉപദ്രവിക്കാറുണ്ടെന്നും സഹോദരി അഖില കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും നേരത്തെ അതുല്യയുടെ ബന്ധുക്കൾ നൽകിയ പരാതിയുടെയും ഈ സതീഷിന്റെ പുറത്തു വന്ന വീഡിയോയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ അതുല്യയുടെ ഭർത്താവിനെതിരെ ദുബായിലെ നിർമ്മാണ കമ്പനി ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന അടക്കമുള്ള നടപടിയിലേക്കും കടന്നിരുന്നു. എന്തായാലും നാളെ രാവിലെ 4 മണിയോടുകൂടി അതുല്യയുടെ മൃതദേഹം തിരുവനന്തപുരത്തെത്തും. കർക്കിടക വാവുബലി ദിനത്തിൽ ബലിയിടാൻ പ്രവാസി മലയാളികൾ ഒത്തുചേർന്നു. ഓസ്ട്രേലിയയിൽ നിന്ന് സ്വരാജ് സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം.
ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ കർക്കിടക വാവ് ബലിയിൽ നൂറുകണക്കിന് മലയാളികൾ പങ്കുചേർന്നു. ഓർഗനൈസേഷൻ ഓഫ് ഹിന്ദു മലയാളീസ് ആണ് പരിപാടി സംഘടിപ്പിച്ചത്. ലിവർപൂളിനടുത്ത് ജോർജസ് നദിയുടെ തീരത്തുള്ള സത്യം ഘാട്സിൽ വെച്ചായിരുന്നു പിതൃബലി ചടങ്ങുകൾ നടന്നത്. തങ്ങളിൽ നിന്നും വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ടവരെ സ്മരിച്ചും ആദരിച്ചുമാണ് ബലിതർപ്പണം പൂർത്തിയായത്. എല്ലാ വർഷവും ഓർഗനൈസേഷൻ ഓഫ് ഹിന്ദു മലയാളീസ് നടത്തി വരുന്ന കർക്കിടക വാവ് ബലിയുടെ സമാപന ഭാഗം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തിലഹവന ഹോമം നടക്കുകയാണ്. 115 കൂടുതൽ ആൾക്കാരെ ഇവിടെ ബലിതർപ്പണത്തിൽ എത്തിയിരുന്നു. അങ്ങനെ ഒരു സൗകര്യം മറ്റുള്ളവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചതിൽ OHM വളരെ തൃപ്തരാണ്. ഇന്ന് വർക്കിംഗ് ഡേ ആണ്, അതുകൊണ്ട് എല്ലാവരും അവിടേക്ക് പോകാനുള്ള ഒരു തിരക്കിലാണ്. വിഷ്ണു പദവി പൂർവൈ പ്രജാ അസ്മഭ്യം. വേദപരമായ കർമാനുഷ്ഠാനങ്ങൾക്ക് മിൻഡോ ക്ഷേത്രത്തിലെ ശ്രീ ശിവഷൺമുഖം ഗുരുക്കൾ നേതൃത്വം നൽകി. ഏകദേശം 2 മണിക്കൂർ നീണ്ടുനിന്ന ചടങ്ങുകൾ വൈകിട്ട് 8 മണിക്ക് തിലഹോമത്തോടെ സമാപിച്ചു. ഓസ്ട്രേലിയയിൽ നിന്നും സ്വരാജ് സെബാസ്റ്റ്യൻ, 24. ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ബ്ലഡ് ഡോണേഴ്സ് കേരള കുവൈറ്റ് ചാപ്റ്റർ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കും. 2025 ഓഗസ്റ്റ് 15 അൽ അദാൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സെന്ററിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ക്യാമ്പ് നടക്കുക. ക്യാമ്പിൽ പങ്കെടുക്കാൻ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് 55424201 966023665 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാമെന്നും സംഘാടകർ അറിയിച്ചു. അമേരിക്കൻ മലയാളികളുടെ കേന്ദ്ര സംഘടനയായ ഫൊക്കാനയുടെ സാഹിത്യ പുരസ്കാരം അഭിനാഷ് തുണ്ടുമണലിന്റെ നോവൽ പരന്ത്രീസ് കുഴലിന് ലഭിച്ചു. കോട്ടയത്ത് നടക്കുന്ന ഫൊക്കാന കേരള കൺവെൻഷനിൽ അവാർഡ് സമ്മാനിക്കും. ഹിറ്റ്ലർ തൂക്കിലേറ്റിയ ഒരേയൊരു ഇന്ത്യക്കാരനായ മലയാളി മുച്ചിലോട്ട് മാധവന്റെ കഥ പറയുന്ന പരന്ത്രീസ് കുഴൽ പ്രശസ്ത എഴുത്തുകാരൻ ബെന്യാമിനാണ് പ്രകാശനം ചെയ്തത്. 1940കളിലെ ഫ്രാൻസും മലബാറും പോണ്ടിച്ചേരിയും യുദ്ധഭീതിയും മാധവന്റെ പ്രണയവുമെല്ലാം ചേരുന്നതാണ് കഥാപശ്ചാത്തലം. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. കാലിക്കറ്റ് സർവകലാശാലയിലെ മുൻ SFI വനിതാ നേതാവ് 24-നെതിരെ നൽകിയ മാനനഷ്ട കേസ് കോഴിക്കോട് ഫസ്റ്റ് അഡീഷണൽ മുൻസിഫ് കോടതി തള്ളി. കോടതി ചെലവ് നൽകണമെന്നും ഉത്തരവുണ്ട്. വനിതാ നേതാവിന് സർവകലാശാല സിൻഡിക്കേറ്റ് ഇൻഡെക്സ് മാർക്ക് കൂട്ടി നൽകിയ വിവാദം വാർത്തയായി നൽകിയതിനാണ് 24-നെതിരെ കേസ് നൽകിയത്. 2009 MA പാസ്സായ മുൻ SFI വനിതാ നേതാവിന് വർഷങ്ങൾ കഴിഞ്ഞ് മാർക്ക് ദാനമായി നൽകിയെന്നായിരുന്നു വാർത്ത. 2007-2009 വർഷം സർവകലാശാലയുടെ വിമൻസ് സ്റ്റഡീസ് വകുപ്പിൽ MAക്കാണ് ഇവർ പഠിച്ചത്. മതിയായ ഹാജരില്ലാത്ത വിദ്യാർത്ഥിക്ക് ഹാജരിനുള്ള മാർക്ക് നൽകാൻ പാടില്ലെന്നാണ് സർവകലാശാല ചട്ടം. വ്യവസ്ഥ മറികടന്ന് എല്ലാ പേപ്പറിനും മുഴുവൻ മാർക്കും നൽകണമെന്ന വിദ്യാർത്ഥി നേതാവിന്റെ അപേക്ഷ അന്നത്തെ VC ഡോക്ടർ അൻവർ ജഹാൻ സുബൈരി തള്ളിയിരുന്നു. എന്നാൽ പുതിയ അപേക്ഷ പരിഗണിച്ച കാലിക്കറ്റ് സിൻഡിക്കേറ്റിന്റെ സ്ഥിരം സമിതി മാർക്ക് അധികമായി നൽകുകയായിരുന്നു. ഇതിനെതിരെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും MSFും രംഗത്തെത്തി. ഇതാണ് 24 റിപ്പോർട്ട് ചെയ്തത്. ഇതിനെതിരെയാണ് SFI വനിതാ നേതാവ് മാനനഷ്ടത്തിന് കേസ് നൽകിയത്. കേസിൽ വാദം പൂർത്തിയാക്കി കോടതി കേസ് തള്ളുകയും കോടതി ചെലവ് നൽകാൻ ഉത്തരവിടുകയുമായിരുന്നു. 24-നായി അഡ്വക്കേറ്റ് KS അനീഷ് കുമാർ ഹാജരായി. അന്ന് സർവകലാശാലയിൽ കരാർ അടിസ്ഥാനത്തിൽ അധ്യാപികയായി ജോലി ചെയ്തിരുന്ന ഇവർക്ക് സ്ഥിരം നിയമനത്തിനുള്ള യോഗ്യതാ പരീക്ഷയ്ക്കുള്ള ഇൻഡെക്സ് മാർക്ക് കൂട്ടി ലഭിക്കുന്നതിനു വേണ്ടിയാണ് മാർക്ക് ദാനം നൽകിയതെന്നായിരുന്നു ആരോപണം. ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്. തിരികെ വാർത്തകളിലേക്ക്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാർലമെന്റിൽ കൊമ്പുകോർത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും. അമേരിക്കൻ പ്രസിഡന്റ് നുണയനെന്ന് പറയാൻ പ്രധാനമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു. വെടിനിർത്തലിനായി ഒരു ലോക നേതാവും ഇടപെട്ടിട്ടില്ലെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. കോൺഗ്രസ് രാഷ്ട്രീയത്തിനു വേണ്ടി രാജ്യസുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്തെന്നും വിമർശിച്ചു. ശശി തരൂരിന് അവസരം നൽകാത്തതിൽ പ്രധാനമന്ത്രി കോൺഗ്രസിനെ പരിഹസിച്ചു. ഈ സമ്മേളനം ഭീകരരുടെ ആസ്ഥാനം തകർത്തതിന്റെ ആഘോഷമെന്ന് പറഞ്ഞു തുടങ്ങിയ 100 മിനിറ്റ് ദൈർഘ്യമുള്ള പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാനെയും കോൺഗ്രസിനെയും രൂക്ഷമായി ആക്രമിച്ചു. 22 മിനിറ്റിൽ ഏപ്രിൽ 22-ലെ ആക്രമണത്തിന് ഇന്ത്യ മറുപടി നൽകി. പാകിസ്ഥാനെ വിറപ്പിച്ചു. ആണവ ഭീഷണി പൊള്ളയെന്ന് തെളിയിച്ചു. പ്രഹരം താങ്ങാനാകാതെ വെടിനിർത്തലിന് പാകിസ്ഥാൻ അപേക്ഷിച്ചു. ഒരു ലോക നേതാവും ഇടപെട്ടിട്ടില്ലെന്നും പ്രധാനമന്ത്രി. भारत के ऑपरेशन रोकने के लिए नहीं कहा,
ഓപ്പറേഷൻ സിന്ദൂറിൽ ചോദ്യങ്ങൾ ഉന്നയിച്ച കോൺഗ്രസിനെ മോദി കടന്നാക്രമിച്ചു. സർക്കാരിനേക്കാൾ കോൺഗ്രസിന് വിശ്വാസം പാകിസ്ഥാനെയെന്ന് പ്രധാനമന്ത്രി. ചർച്ചയിൽ പ്രധാനമന്ത്രിക്ക് ഇച്ഛാശക്തിയില്ലെന്നും സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകിയില്ലെന്നും വിമർശിച്ച രാഹുൽ ഗാന്ധി ഡൊണാൾഡ് ട്രംപ് നുണയനെന്ന് പറയാൻ പ്രധാനമന്ത്രിയെ വെല്ലുവിളിച്ചു. अगर सचमुच में दम है तो आज शाम यहां प्रधानमंत्री को कह देना चाहिए डोनाल्ड ट्रंप इज अ लायर, झूठ बोल रहा है डोनाल्ड ट्रंप. സർവകക്ഷി സംഘത്തിൽ ഉൾപ്പെട്ട ഡോക്ടർ ശശി തരൂർ എംപിക്കും മനീഷ് തിവാരി എംപിക്കും അവസരം നൽകാത്തതിൽ പ്രധാനമന്ത്രി കോൺഗ്രസിനെ പരോക്ഷമായി വിമർശിച്ചു. ഇതിനോട് തരൂരിന്റെ പ്രതികരണം ഇങ്ങനെ: രാജ്യസഭയിൽ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ചുള്ള ചർച്ച തുടരുകയാണ്. 24 ഡൽഹി. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ സമർപ്പിച്ച ജാമ്യാപേക്ഷ ദുർഗ് മാജിസ്ട്രേറ്റ് കോടതി തള്ളി. കന്യാസ്ത്രീകളെ പാർപ്പിച്ചിരിക്കുന്ന ജയിലിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറി. പ്രതിഷേധത്തിനൊടുവിൽ കന്യാസ്ത്രീകളെ UDF MPമാർ കണ്ടു. ഇടത് സംഘത്തിന് സമയം വൈകി എന്ന കാരണത്താൽ അനുമതി നിഷേധിച്ചു. BJP പ്രതിനിധി അനൂപ് ആന്റണി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ജയിലിലെത്തി കന്യാസ്ത്രീകളെയും സന്ദർശിച്ചു. വെള്ളിയാഴ്ച അറസ്റ്റിലായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസും സിസ്റ്റർ പ്രീതി മേരിയും ജയിലിൽ തുടരും. മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെ മേൽക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് തീരുമാനം. കന്യാസ്ത്രീകളെ കാണാൻ അനുമതിയോടെ എത്തിയ AICC പ്രതിനിധി സംഘങ്ങൾ ജയിലിന് മുന്നിലെത്തിയതോടെ അത്യന്തം നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. ഒടുവിൽ 2 മണിക്കൂർ കഴിഞ്ഞാണ് സംഘത്തിന് കന്യാസ്ത്രീകളെ ഒന്ന് കാണാൻ പോലുമായത്. കന്യാസ്ത്രീകളെ കാണാൻ അനുമതി നിഷേധിച്ചതോടെ ജയിൽ കവാടത്തിന് മുമ്പിൽ UDF MPമാരുടെ പ്രതിഷേധം. ഈ ബജറംഗദളിന്റെ ആളുകളാണ് സിസ്റ്റേഴ്സിന്റെ ബാഗ് പരിശോധിക്കുന്നത്, ഈ കുട്ടികളുടെ ബാഗ് പരിശോധിക്കുന്നത്. ആ കുട്ടികളുടെ കയ്യിൽ 2000 രൂപ കണ്ടപ്പോൾ ഈ പൈസ നിങ്ങൾക്ക് ഇവർ തന്നതാണെന്ന് ചോദിക്കുന്നു. അവരുടെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ടായിരുന്നു, ഇത് നിങ്ങൾ തന്നാണെന്ന് ചോദിക്കുന്നു. അങ്ങനെ അടിസ്ഥാനരഹിതമായ ചില ആക്ഷേപങ്ങളുണ്ട്. ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ഭാഗൽ അടക്കം ഇടപെട്ടതോടെ കന്യാസ്ത്രീകളെ കാണാൻ 2 മണിയോടെ അനുമതി നൽകി. സിസ്റ്റർ പ്രീതിയുടെ സഹോദരൻ ബൈജുവിന്റെ പ്രതികരണം വൈകാരികമായിരുന്നു. പിന്നാലെയാണ് ഇടത് പ്രതിനിധി സംഘം ജയിൽ വളപ്പിലെത്തിയത്. സമയം വൈകിയെന്ന കാരണത്താൽ സന്ദർശനാനുമതി നൽകില്ലെന്ന് ജയിൽ സൂപ്രണ്ട്. പിന്നാലെ വാക്കുതർക്കം. എല്ലാ MPമാരുടെ പേരും ഞാൻ പിന്നെ സംസാരിക്കുക. എല്ലാ MPമാരുടെ പേരും കടുത്തുകൊണ്ട് ഇവിടെ കൊടുത്താണ്. ആളുകൾ വരുമ്പോൾ ഞാൻ അനുവദിക്കാമെന്ന് ഇദ്ദേഹം പറഞ്ഞതാണ്. ഫോണിൽ മെയിൽ അയച്ചതാണ്. ബൈ മെയിൽ ഓൾസോ വി ഹാവ് സെൻഡ്, ബൈ ഹാൻഡ് ഓൾസോ വി ഹാവ് ഗിവൺ. വരുമ്പോൾ ഞാൻ അനുവദിക്കാമെന്നാണ് പറഞ്ഞത്. സമയത്തിന്റെ പരിമിതി ഒന്നും പറഞ്ഞില്ല. ഒടുവിൽ നാളെ രാവിലെ 9 മണിക്ക് അനുമതി നൽകാമെന്ന് അറിയിച്ചതോടെ ഇടത് സംഘം മടങ്ങി. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നിർദ്ദേശപ്രകാരം ഛത്തീസ്ഗഡിലെത്തിയ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിയുമായും ആഭ്യന്തരമന്ത്രി വിജയ് ശർമ്മയുമായും കൂടിക്കാഴ്ച നടത്തി. ജയിലിലെത്തി കന്യാസ്ത്രീകളെയും അനൂപ് ആന്റണി കണ്ടു. കീഴ്ക്കോടതി ജാമ്യാപേക്ഷ തള്ളിയെങ്കിലും നാളെ പെൺകുട്ടികളെ സെഷൻസ് കോടതിയിലെത്തിച്ച് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതിലൂടെ കന്യാസ്ത്രീകൾക്ക് പുറത്തിറങ്ങാനാകുമെന്നാണ് പ്രതീക്ഷ. ദുർഗിൽ നിന്നും ജിജീന്ദ്രനൊപ്പം അജീഷ് ജയകുമാർ, 24. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പരസ്യ പ്രതിഷേധവുമായി കത്തോലിക്ക സഭ. വിവിധ രൂപതകളുടെ നേതൃത്വത്തിൽ അറസ്റ്റിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചു. കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി സംഘം ഛത്തീസ്ഗഡിൽ എത്തിയെങ്കിലും കന്യാസ്ത്രീകളുടെ മോചനത്തിൽ വ്യക്തമായ മറുപടി നൽകാൻ BJPക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. സംഘപരിവാറിന്റെ തനി സ്വഭാവത്തിന്റെ പ്രകടനമാണ് ആക്രമണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. CBCIയെ പേരെടുത്ത് പറയാതെ വിമർശിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രംഗത്തെത്തി. കന്യാസ്ത്രീകളുടെ അറസ്റ്റിനു പിന്നാലെ പ്രതിഷേധവുമായി തെരുവിലേക്കിറങ്ങുകയാണ് കത്തോലിക്ക സഭ. വിവിധ രൂപതകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. ഇന്ത്യയുടെ ഭരണഘടന നൽകുന്ന മതസ്വാതന്ത്ര്യം ഇവിടെ ഇല്ലാതാകുകയാണ്. ഒരു സിസ്റ്ററിന്റെ വേഷമെടുത്ത് യാത്ര ചെയ്യാൻ പോലും പാടില്ലാത്ത ഒരവസ്ഥ. കൂടെ നിൽക്കുന്നു എന്ന് വിചാരിക്കുമ്പോഴും സ്നേഹത്തോടുകൂടി സമീപിക്കുമെന്ന് വിചാരിക്കുമ്പോഴും മനസ്സിന്റെ ഉള്ളില് ധൃതരാഷ്ട്രരുടെ മനോഭാവമാണ്. സ്നേഹത്തോടെയാണ് ആലിംഗനം ചെയ്യുന്നതെന്ന് തോന്നിയാലും ഉള്ളിന്റെ ഉള്ളില് തകർത്തു കളയുന്ന ചില ആലിംഗന വിശേഷങ്ങളുണ്ട്. തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നാളെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന പ്രതിഷേധത്തിൽ വിവിധ ക്രൈസ്തവ സഭകൾ ഭാഗമാകും. അതേസമയം പ്രതിരോധത്തിലായ BJP സംസ്ഥാന നേതൃത്വം ഛത്തീസ്ഗഡിലേക്ക് ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി അയച്ചെങ്കിലും കന്യാസ്ത്രീകളുടെ മോചനക്കാര്യത്തിൽ ഉറപ്പില്ല. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ നീതിപൂർവമായി ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടുള്ള എല്ലാ സഹായങ്ങളും അദ്ദേഹം നൽകാമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. മതപരിവർത്തനവും മനുഷ്യക്കടത്ത് നടന്നെന്ന ഛത്തീസ്ഗഡ് സർക്കാരിന്റെ വാദം BJP സംസ്ഥാന ഘടകം തള്ളി. ഞങ്ങൾ അതിനു വേണ്ടി എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും ഞങ്ങൾ ചെയ്യും. കാരണം ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ഇത് മതപരിവർത്തനം ആയിരുന്നില്ല, ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആയിരുന്നില്ല.
അറസ്റ്റിനെതിരെ LDFും UDFും ഇന്ന് പ്രതിഷേധവുമായി എത്തി. ഇപ്പോൾ കേരളത്തിലെ ക്രിസ്തീയ സഭകളിൽ ചിലർ ഇതിനകം തന്നെ പല കാരണങ്ങൾ കൊണ്ട് ഭയപ്പെടുത്തി ഉൾപ്പെടെയാണ് പല കാരണങ്ങൾ കൊണ്ട് RSSനും BJPക്കും അനുകൂലമായിട്ട് നിലപാട് സ്വീകരിച്ച സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അതൊക്കെ അവരെ യഥാർത്ഥത്തിൽ ഇന്നത്തെ പരിസ്ഥിതിയിൽ 1000 പ്രാവശ്യം ചിന്തിക്കേണ്ടതാണ്. 24 കൊച്ചി. ഏറ്റെടുക്കാൻ ആളില്ലാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിയുന്ന അന്തേവാസികൾക്ക് ഗാന്ധി ഭവൻ തണലൊരുക്കുന്നു. അനാഥരായ 25 പേരെയാണ് ഇന്ന് ഗാന്ധി ഭവൻ ഏറ്റെടുത്തത്. മന്ത്രി R ബിന്ദുവിന്റെ നേതൃത്വത്തിൽ 25 പേരെയും മെഡിക്കൽ കോളേജിൽ നിന്ന് യാത്രയാക്കി. ബന്ധുക്കൾ ഉപേക്ഷിച്ച സ്വന്തം പേര് പോലും മറന്നുപോയ ചിലർ അവരിന്ന് പ്രതീക്ഷയുടെ മറ്റൊരിടത്തേക്ക് ചേക്കേറുന്നു. കിടപ്പുരോഗികളായ 13 പേർ ഉൾപ്പെടെ 25 പേരെയാണ് പത്തനാപുരം ഗാന്ധി ഭവൻ ഏറ്റെടുത്തത്. ഭൂരിഭാഗം പേർക്കും ഗാന്ധി ഭവനിലേക്കുള്ള യാത്ര പ്രതീക്ഷ നൽകുന്നു. സ്വന്തക്കാരെ തിരിച്ചു കിട്ടിയെന്നവർ ആശ്വസിക്കുന്നു. ഞങ്ങൾ ഗാന്ധി ഭവനിലേക്ക് പോവുകയാണ്. അതായത് ഗവൺമെൻറ് ഞങ്ങളെ ഏറ്റെടുക്കുക. അപ്പം ഞങ്ങൾ ആരുമില്ലാതായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും ഉണ്ട്. നിങ്ങളൊക്കെ ഇല്ലേ? നിങ്ങളൊക്കെ ഇപ്പം ഞാൻ നിങ്ങളുടെ ബന്ധുക്കളാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ ആൾക്കാരും ധാരാളമുണ്ട്. ഞങ്ങൾ ഏകരല്ല. ഓർമ്മ അല്പമെങ്കിലും ബാക്കിയുള്ളവർക്ക് പറയാൻ പഴയ പ്രതാപകാലമുണ്ട്. ഇന്ന് സ്വന്തം മക്കൾക്ക് പോലും വേണ്ടാതായതിന്റെ കഥയും. അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അമ്മയെ നോക്കാൻ ആളില്ല. അപ്പം അവരെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മളെ നോക്കാൻ സ്ഥലമില്ല. ഞാൻ ഗൾഫിൽ പോയി വീടൊക്കെ വെച്ചിട്ട് മോന് പണിയും കിട്ടിയപ്പോൾ നമ്മൾ വീട്ടിലാക്കം വേണ്ട. ഗൾഫിൽ 6-7 വർഷം ഉണ്ടായിരുന്നു. ഭാഗം വേണ്ട. അങ്ങനെ ഞാൻ വീടും വെച്ച് മോന് ജോലിയും മാറ്റി. മകനൊന്നും വിളിക്കില്ല. മകനെ വിളിക്കാൻ എൻ്റെ മൊബൈലിലൂടെ വന്നപ്പോൾ എങ്ങനെയാണ് കംപ്ലൈൻ്റ് ആയിപ്പോയി. അത് മൊബൈലും ഇല്ല. ഇപ്പോൾ കുടുംബത്തിന് പോയിട്ട് കാര്യമില്ല സാറേ. മന്ത്രി R ബിന്ദുവും അന്തേവാസികളെ യാത്രയാക്കാൻ മെഡിക്കൽ കോളേജിലെത്തി. സർക്കാർ കൂടെയുണ്ടെന്ന് ഉറപ്പു നൽകി. ഇത്തരത്തിലുള്ള ഗാന്ധി ഭവൻ പോലുള്ള ഹോമുകൾ ഇത്തരത്തിലുള്ള പുനരധിവാസം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന് ആദ്യം പ്രതികരിച്ച ഒരു സ്ഥാപനമാണ് ഗാന്ധി ഭവൻ. അതിനോട് തീർച്ചയായും വളരെയധികം നന്ദിയുണ്ട്. ഈ ആരുമില്ലാതെ നിരാലംബരായി പോകുന്ന ഈ വയോജനങ്ങളെ ഏറ്റെടുക്കാനും അവർക്ക് ആവശ്യമായിട്ടുള്ള പരിരക്ഷ നൽകാനും തയ്യാറായ ഗാന്ധി ഭവനോട് സാമൂഹ്യനീതി വകുപ്പിനു വേണ്ടി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഗാന്ധി ഭവനിലെ സംഘം മെഡിക്കൽ കോളേജിൽ നേരിട്ടെത്തിയാണ് രോഗികളെ ഏറ്റെടുത്തത്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ 70ഓളം പേരാണ് ഗാന്ധി ഭവനിലേക്ക് എത്തിയത്. കുഞ്ഞുങ്ങൾ, വയോജനങ്ങൾ, മാനസിക രോഗികൾ, ഭിന്നശേഷിക്കാർ, HIV ബാധിതർ തുടങ്ങി 1500-ലധികം പേർ ഇന്ന് ഗാന്ധി ഭവനിലെ അന്തേവാസികളാണ്. 24 തിരുവനന്തപുരം. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.